എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. അതിൽ ആദ്യത്തെ പാഠം വിളയിക്കാം. അതിൽ വരുന്ന ഒരു പോയിന്റ് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം ഇതിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇതൊരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. അത് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പാഠഭാഗം. ഇനി കായിക പ്രജനന രീതികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ്. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ്. പതിവയ്ക്കൽ തന്നെ 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. നാഗപതിവയ്ക്കൽ അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ലെയറിങ്ങും വായുവിൽ പതിവയ്ക്കൽ അല്ലെങ്കിൽ എയർ ലെയറിങ്ങും. നാഗപതിവയ്ക്കൽ ചെയ്യുന്ന സസ്യങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ് ബൊഗൈൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. ഇതൊക്കെ നാഗപതിവയ്ക്കൽ ചെയ്യുന്നതാണ്. വായുവിൽ പതിവയ്ക്കുന്ന ചെടികൾക്ക് എക്സാമ്പിൾസ് ആണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം തുടങ്ങിയവ. ഇനി തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ഓക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. ഓക്സിൻ ഒരു സസ്യ ഹോർമോണാണ്. സസ്യ ഹോർമോണുകളെ കുറിച്ച് ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്ത കായിക പ്രജനന രീതിയാണ് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയും. മറ്റൊന്നാണ് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ്. റോസ് ചെടികളിലെല്ലാം മുകുളം ബഡ്ഡിംഗ് ചെയ്യുന്നുണ്ട്. ഇനി വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. ഒരേ വർഗത്തിൽപ്പെട്ടതാവണം, വ്യത്യസ്ത ഗുണമേന്മയുള്ളതാവണം. അങ്ങനെയുള്ള 2 ചെടികളെ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. ഇനി ചില സങ്കര ഇനം വിത്തുകളുടെ പേരുകൾ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മുളകിൻ്റെ സങ്കര ഇനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. ഇപ്പോൾ ജ്യോതിക, ഭാഗ്യലക്ഷ്മി ഏതിനം വിളയുടെ സങ്കര ഇനങ്ങളാണ് ചോദിച്ചാൽ പയർ. പവിത്ര, അന്നപൂർണ നെല്ല്. ഉജ്ജ്വല, ജ്വാലാമുഖി മുളക്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര തെങ്ങ്. സൽകീർത്തി, കിരൺ വെണ്ട. ഇനി ചില കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ്. അടുത്ത കാർഷിക ഗവേഷണ കേന്ദ്രം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരം. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. മറ്റൊന്ന് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, RRII, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, CPCRI, കാസർഗോഡ്. അത് അങ്ങോട്ട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രവും കൺഫ്യൂഷൻ വരാറുണ്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ്. കേന്ദ്ര തോട്ടവിള സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ
അറ്റത്തെ ജില്ലയായ കാസർഗോഡാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ഡോക്ടർ M.S. സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്കേ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. മാഗ്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2023 അദ്ദേഹം അന്തരിച്ചത്. ഇനി ജീവാണുവളം. ജൈവവളം, രാസവളം കൂടാതെ മറ്റൊരു തരം വളങ്ങളാണ് ജീവാണുവളം. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളം. സ്യൂഡോമോണാസ്, അസോസ്പൈറിലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ജീവാണുവളങ്ങൾക്ക് എക്സാമ്പിളാണ്, അത് സൂക്ഷ്മജീവികളാണ് അതിലുണ്ടാവുക, സ്യൂഡോമോണാസ്, അസോസ്പൈറിലം. രാസവളങ്ങൾക്ക് ചില എക്സാമ്പിളാണ് NPK വളം, അതേപോലെ യൂറിയ തുടങ്ങിയവ രാസവളങ്ങൾക്ക് എക്സാമ്പിളാണ്. ജൈവവളത്തിന് എക്സാമ്പിളാണ് കമ്പോസ്റ്റ് വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം മുതലായവ. ഇനി കീടനിയന്ത്രണ മാർഗങ്ങൾ. ജൈവ നിയന്ത്രണമുണ്ട്, യാന്ത്രിക നിയന്ത്രണമുണ്ട്, അതേപോലെ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണമുണ്ട്. ജൈവ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ചില മിത്രകീടങ്ങളെ ഉപയോഗിച്ച് കീടനിയന്ത്രണം സാധ്യമാക്കുകയാണ്. വട്ടച്ചാഴി എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ കീടനിയന്ത്രണം. മിത്രകീടങ്ങളെ ഉപയോഗിച്ച് കീടങ്ങളെ നിയന്ത്രിക്കുക. എക്സാമ്പിളാണ്, മിത്രകീടത്തിന് എക്സാമ്പിളാണ് ട്രൈക്കോഗ്രാമ. യാന്ത്രിക നിയന്ത്രണം. യാന്ത്രിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി. ഇനി കീടനാശിനി. കീടനാശിനി തന്നെ രാസകീടനാശിനികളുമുണ്ട്, ജൈവ കീടനാശിനികളുമുണ്ട്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികളാണ് രാസകീടനാശിനികൾ. ജൈവ കീടനാശിനികൾ രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറവാണ്. എക്സാമ്പിളാണ് പുകയില കഷായം. ഇനി നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് ആവശ്യമുള്ള ഫാക്ട്സ്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 2ാമത്തെ പാഠം ആസിഡുകളും ബേസുകളും. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ലിറ്റ്മസ് പേപ്പർ. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചില ഇനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇത് നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണ്. അപ്പോൾ ലൈക്കൺ എന്ന് പറയുന്ന സസ്യവിഭാഗത്തിൻ്റെ സത്തിൽ നിന്നും നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ആ ചായം വെച്ച് ഉണ്ടാക്കുന്നതാണ് ലിറ്റ്മസ് പേപ്പർ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥമാണ് ബേസ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡ്, ചുവപ്പിനെ നീലയാക്കുന്നത് ബേസ്. അങ്ങനെയാണെങ്കിൽ വിനാഗിരി നീല ലിറ്റ്മസിനെ എന്താക്കി മാറ്റും? ചുവപ്പാക്കി മാറ്റും. നാരങ്ങ നീരും നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റും. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റും. സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ്. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ലിറ്റ്മസ് പേപ്പർ കൂടാതെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളാണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ഇനി ഈ ഫിനോഫ്തലിന് ആസിഡിലും അതേപോലെ തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ലായനികളിലും കളർ ഉണ്ടായിരിക്കില്ല. പക്ഷേ ബേസിൽ പിങ്ക് കളറായിരിക്കും ഉണ്ടാവുക. ഫിനോഫ്തലിന് ആസിഡിലും ന്യൂട്രൽ ആയിട്ടുള്ള ലായനികളിലും കളർ ഉണ്ടായിരിക്കില്ല, ബേസുകളിൽ പിങ്ക് നിറമാവും. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ചുവപ്പ് നിറമാവും, ബേസിൽ മഞ്ഞ നിറമാവും, ന്യൂട്രൽ ആയിട്ടുള്ള ലായനികളിൽ ഓറഞ്ച് നിറമാവും. അപ്പോൾ വിനാഗിരിയിൽ ഫിനോഫ്തലിൻ ചേർത്താൽ വിനാഗിരിക്ക് കളർ ഉണ്ടായിരിക്കില്ല. അതേസമയം
ഫിനോഫ്തലിന് കളർ ഉണ്ടായിരിക്കില്ല. അതേസമയം മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ചുവപ്പ് നിറമായിട്ട് മാറും. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഫിനോഫ്തലിൻ ചേർത്താൽ ചുണ്ണാമ്പ് വെള്ളം ബേസ് ആയതുകൊണ്ട് തന്നെ പിങ്ക് നിറമാകും. മീഥൈൽ ഓറഞ്ച് ചേർത്താൽ മീഥൈൽ ഓറഞ്ച് മഞ്ഞ നിറമാവും. നാരങ്ങ നീരിലേക്ക് ഫിനോഫ്തലിൻ ചേർത്താൽ ഫിനോഫ്തലിന് കളർ ഉണ്ടാവില്ല. മീഥൈൽ ഓറഞ്ച് ചുവപ്പ് നിറമാവും. ഇനി സോപ്പ് വെള്ളം ബേസാണ്. ഫിനോഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. മീഥൈൽ ഓറഞ്ച് മഞ്ഞ നിറമാവും. തെളിഞ്ഞ അപ്പക്കാര ലായനി സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം. അത് ബേസാണ്. അതുകൊണ്ട് ഫിനോഫ്തലിൻ ചേർത്താൽ അത് പിങ്ക് നിറമാകും. മീഥൈൽ ഓറഞ്ച് ചേർത്താൽ അത് മഞ്ഞ നിറമാകും. അപ്പോൾ ആസിഡിൽ ഫിനോഫ്തലിൻ്റെ നിറമില്ല. ബേസിൽ ഫിനോഫ്തലിൻ്റെ നിറം പിങ്ക്. ആസിഡിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ നിറം ചുവപ്പ്. ബേസിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ നിറം മഞ്ഞ. ഇനി ആസിഡുകളുടെയും ബേസുകളുടെയും മറ്റ് പ്രത്യേകത: എല്ലാ ആസിഡുകളും പുളിരുചിയുള്ളവയാണ്. എല്ലാ ബേസുകൾക്കും കാരരുചിയാണ് ഉള്ളത്. ആസിഡ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും. പുളിരുചിയാണുള്ളത്. ബേസ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കും. കാരരുചിയാണ് ഉള്ളത്. സാർവിക സൂചകം: ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത്. ഇതിൻ്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിൻ്റെ സ്വഭാവവും തീവ്രതയും കണ്ടെത്താം. ഇനി ആസിഡ് എന്ന പേരിന് പിന്നിൽ പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ ആസിഡസ് എന്നാണ് പറയുക. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. അപ്പോൾ പുളിരുചി എന്നർത്ഥം വരുന്ന ആസിഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. അപ്പോൾ ഇവിടെ കുറച്ച് പദാർത്ഥങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആസിഡാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്. അടുത്ത് നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 2 ഒരു 50 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ടോക്കിയോ, ബി റിയോ ദി ജനീറോ, സി കൊൽക്കത്ത, ഡി മോസ്കോ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. ഉത്തരം റിയോ ദി ജനീറോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഔദിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ എ കേഴ്സൺ പ്രഭു, ബി ഡഫറിൻ പ്രഭു, സി ഡൽഹൌസി പ്രഭു, ഡി വെല്ലസ്ലി പ്രഭു. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഔദിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഡൽഹൌസി പ്രഭുവാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 1. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധര തിലക്, ദ ലീഡർ മോത്തിലാൽ നെഹ്റു, കോമൺവെൽത്ത് ആനി ബസന്റ്. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്, ബി 1, 3 ശരിയാണ്, സി 1 മാത്രം ശരിയാണ്, ഡി 1, 2, 4 ശരിയാണ്. അപ്പം യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയാണ്, കേസരി ബാലഗംഗാധര തിലകാണ്, ദ ലീഡർ മോത്തിലാൽ നെഹ്റു അല്ല, കോമൺവെൽത്ത് ആനി ബസന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2, 4 ശരിയാണ്. അതാണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻസ്: എ 1949 നവംബർ 1, ബി 1949 ഒക്ടോബർ 1, സി 1948 ഒക്ടോബർ 1, ഡി 1949 ഒക്ടോബർ 11. ആൻസർ വരെ 1949 ഒക്ടോബർ 1 ജനകീയ ചൈന നിലവിൽ വന്നത്. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 2. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. 3. പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. 4. തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി അറിയപ്പെട്ടു. അപ്പം അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്നുള്ളത് തെറ്റാണ്. അപ്പം ഒന്നാമത്തെ പ്രസ്താവന എന്തായാലും ആൻസറിൽ വരില്ല. 2. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. ശരിയാണ്, അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. 3. പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. അതും ശരിയാണ്. 4. തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി അറിയപ്പെട്ടു. അല്ല, ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി അറിയപ്പെടുന്നത്.
അപ്പം 1ഉം 4ഉം വരില്ല, 2, 3 ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ എ 2, 3 എന്നിവ, അതാണ് ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? 1. ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. 2. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. 3. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. 4. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. ഓപ്ഷൻസ്: എ 1 മാത്രം ശരിയാണ്, ബി 4 മാത്രം ശരിയാണ്, സി എല്ലാം ശരിയാണ്, ഡി 1, 3, 4 എന്നിവ ശരിയാണ്. അപ്പോൾ ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? പ്രാഥമിക തരംഗം, ദ്വിതീയ തരംഗം, പ്രതല തരംഗം. ഓപ്ഷൻ എ പ്രാഥമിക തരംഗം, ബി ദ്വിതീയ തരംഗം, സി പ്രാഥമിക തരംഗവും ദ്വിതീയ തരംഗവും, ഡി പ്രതല തരംഗം. അപ്പോൾ ആൻസർ വരിക പ്രാഥമിക തരംഗമാണ്. പ്രാഥമിക തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ കണ്ടെത്തുക. നർമ്മദ, കാവേരി, പെരിയാർ, മഹാനദി. ഇവയിൽ ഏതൊക്കെ നദികളാണ് ഡെൽറ്റ സൃഷ്ടിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ നർമ്മദ, ബി നർമ്മദയും മഹാനദിയും, സി കാവേരിയും പെരിയാറും, ഡി കാവേരിയും മഹാനദിയും. അപ്പം നമുക്കറിയാം, കിഴക്കൻ ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളാണ് ഡെൽറ്റ സൃഷ്ടിക്കുന്നത്. കിഴക്കൻ തീരസമുദ്രങ്ങളിലാണ് ഡെൽറ്റ സൃഷ്ടിക്കപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ ഇതിൽ കാവേരിയും മഹാനദിയുമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, കാവേരിയും മഹാനദിയും. 9. 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ എ 0.5 കിലോമീറ്റർ, ബി 1 കിലോമീറ്റർ, സി 2 കിലോമീറ്റർ, ഡി 10 കിലോമീറ്റർ. ആൻസർ വരിക 1 കിലോമീറ്ററാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഹാൽദിയ അലഹബാദ്, ബി കോട്ടപ്പുറം കൊല്ലം, സി സാദിയ ധൂബ്രി, ഡി കാക്കിനാഡ രാജ്മുന്ദ്രി. നാഷണൽ വാട്ടർവേസ് 2 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി സാദിയ ധൂബ്രിയാണ് ആൻസർ. 11. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ എ കൊല്ലം, ബി വയനാട്, സി പത്തനംതിട്ട, ഡി പാലക്കാട്. കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല പത്തനംതിട്ടയാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം? എ റഷ്യ, ബി ചൈന, സി ഇന്ത്യ, ഡി ബ്രസീൽ. ആൻസർ വരിക ഇന്ത്യയാണ്. ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്ന രാജ്യം ഇന്ത്യയാണ്. 13. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? IBRD, IMF, WTO, WHO. ഓപ്ഷൻ എ 1, 3 ശരി, ബി 3, 4 ശരി, സി 1, 2 ശരി, ഡി 1 മാത്രം ശരി. നമുക്കറിയാം, IBRDയും IMFും ആണ് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം: 1. വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവും. 2. വിലച്ചുരുക്കവും വിദേശ വിനിമയ മിച്ചവും. 3. കയറ്റുമതി മിച്ചം. ഓപ്ഷൻ എ ഇവയൊന്നുമല്ല, ബി 1 മാത്രം, സി 2 മാത്രം, ഡി 3 മാത്രം. 1980കളിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക, അതായത് വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവും. 15. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 1960 മുതൽ 70 വരെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ്? 1. കേരളം, ഗോവ. 2. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. 3. ബീഹാർ, ഒഡീഷ. 4. ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഓപ്ഷൻ എ 4, 3 മാത്രം, ബി 2 മാത്രം, സി 1 മാത്രം, ഡി 4 മാത്രം.
ആൻസർ വരിക ബി ആണ്, 2 മാത്രം. അതായത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങൾക്കാണ് ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത്. 16 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കുക. ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം, നീതി. ഇതാണ് 1, 2, 3, 4 വരുന്നത്. അതിന് മാച്ചായത് അടുത്ത കോളത്തിൽ വരുന്നത് അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം, പുതിയ സാങ്കേതിക വിദ്യ, സി ഇറക്കുമതി ബദൽ. ഓപ്ഷൻ എ 1, സി 2, എ 3, ബി. അതായത് ആധുനികവൽക്കരണം, ഇറക്കുമതി ബദൽ, സ്വാശ്രയത്വം, അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം, സമത്വം, പുതിയ സാങ്കേതികവിദ്യ. അങ്ങനെയാണ് ഓപ്ഷൻ എ വരുന്നത്. ബി പറയുന്നത് ആധുനികവൽക്കരണം, ഇറക്കുമതി ബദൽ, സ്വാശ്രയത്വം, പുതിയ സാങ്കേതികവിദ്യ, നീതി, അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം എന്നാണ്. സി പറയുന്നത് ആധുനികവൽക്കരണം, പുതിയ സാങ്കേതിക വിദ്യയാണ്, സ്വാശ്രയത്വം, ഇറക്കുമതി ബദൽ, സമത്വം, അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം എന്നാണ്. ഡി പറയുന്നത് ആധുനികവൽക്കരണം, അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം, സ്വാശ്രയത്വം, പുതിയ സാങ്കേതികവിദ്യ, നീതി, ഇറക്കുമതി ബദൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അതായത് ആധുനികവൽക്കരണം, പുതിയ സാങ്കേതിക വിദ്യ, സ്വാശ്രയത്വം, ഇറക്കുമതി ബദൽ. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് പകരമാണ് സ്വാശ്രയത്വം.